പേഴ്സി ജാക്സൺ ആൻഡ് ദി ഒളിമ്പ്യൻസ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ പുറത്തു വന്ന ഏറ്റവും പുതിയ സീരീസാണ് നമ്മുടെ പേഴ്സി ജാക്സൺ നോവൽ സീരീസുകളിലെ ഏറ്റവും പുതിയ ഡിസ്നി അഡാപ്റ്റേഷൻ കൂടിയാണ് ഈ ഒരു സീരീസ്. അതിൻ്റെ ആദ്യ 2 എപ്പിസോഡുകളായിരുന്നു പുറത്തിറങ്ങിയത്. ഞാൻ ടു ബി ഹോണസ്റ്റ് ഇത് കാണുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചത് മറ്റൊരു കൂറ ഡിസ്നി പ്ലസ് അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ യങ് അഡൽട്ട് അഡാപ്റ്റേഷൻ ആയിരിക്കുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല, നല്ല രസമുണ്ട്. സർപ്രൈസിംഗ്ലി ദിസ് ഈസ് വെരി ഗുഡ്. കാരണം ആ ഒരു നോവൽ സീരീസിനോട് പൂർണ്ണമായിട്ട് നീതി പുലർത്തുന്ന രീതിയിലുള്ള ഒരു ഫെയ്ത്ത്ഫുൾ അഡാപ്റ്റേഷൻ ആണെന്ന് പറയാം. ഓൾറെഡി 2 സിനിമകൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു, ലൈറ്റ്നിങ് തീഫും ദെൻ അതിന് സെക്കൻഡ് പാർട്ടും. അത് കുഴപ്പമില്ല, പക്ഷേ അതിൻ്റെ ആ ഒരു കാസ്റ്റിങ്ങിനൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. കാരണം ഇപ്പോൾ ഈ പേഴ്സി ജാക്സൺ കഥകൾ നടക്കുന്ന ആ ഒരു സമയത്ത് ആ ഒരു ക്യാരക്ടറിൻ്റെ ഏജ് തന്നെ ഒരു 12 വയസ്സുള്ള ഒരു കുട്ടിയായിട്ടാണ് ആ ഒരു നോവൽസിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ സിനിമകളിലേക്ക് വന്നപ്പോൾ തന്നെ കാസ്റ്റിൽ ഒരുപാട് ഏജ് ഡിഫറൻസും ദെൻ ഈ സീരീസ് വെച്ച് നോക്കുമ്പോൾ അതിന് ഒരു 12 വയസ്സുള്ള കുട്ടീനെ തന്നെയാണ് കാസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് കാണുമ്പോൾ തന്നെ ആ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ദെൻ ആ ഒരു സോഫ്റ്റ് നേച്ചർ ഉണ്ട്. ഇതൊരു യങ് അഡൽട്ട് നോവലാണ്. സോ ആ ഒരു യങ് അഡൽട്ട് നോവലിനുള്ള ആ ഒരു സോഫ്റ്റ് നേച്ചർ ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ ആദ്യത്തെ ഹാരി പോട്ടർ സിനിമകൾ കാണുമ്പോൾ എങ്ങനെയായിരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് അവർ കമ്മിങ് ഓഫ് ഏജ് പോലെ ആ ഒരു ക്യാരക്ടറും ആ ഒരു ആക്ടർ അടക്കം ഏജ്ഡായിട്ട് വന്നിട്ട് പിന്നീട് അങ്ങോട്ടാണ് വേറെ ലെവലിലേക്ക് പോകുന്നത്. സോ ഇതിൻ്റെ തുടക്കം നല്ല രസമുണ്ട്. സോ ഇനി അങ്ങോട്ട് ഒരു കമ്മിങ് ഓഫ് ഏജിൽ പോകുമ്പോഴായിരിക്കും അടിപൊളിയായിട്ട് വരിക. സോ ആ രീതിയിൽ തുടക്കം മുതലേ ആ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ വെച്ചുകൊണ്ടും ആ ഒരു യങ് അഡൽട്ടിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പ്രോപ്പറായിട്ട് പാക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ടും കാണുന്ന നല്ല രസമുണ്ട്. ഇതിൻ്റെ എല്ലാ വശങ്ങളും നമുക്കറിയാം. ഇപ്പോൾ ബുക്ക് വായിച്ചിട്ടുള്ളവരും അറ്റ്ലീസ്റ്റ് ആ സിനിമ കണ്ടവർക്ക് പോലും ഇതിൻ്റെ കഥ എന്താണെന്നുള്ള ഓൾറെഡി വ്യക്തമായിട്ടൊരു ധാരണയുണ്ടാവും. സോ അങ്ങനെയുള്ളവരുടെ മുമ്പിലാണ് ഇങ്ങനത്തെ ഒരു സാധനം പ്രസൻറ്റ് ചെയ്യുന്നത് എന്ന രീതിയിൽ വരുമ്പോൾ എന്നിട്ട് പോലും ഇത് നല്ല രസമുണ്ട് കണ്ടിരിക്കും. കാരണം എന്താണ് നടക്കാൻ പോകുന്നത്, എന്താണ് അടുത്ത പ്ലോട്ട് ട്വിസ്റ്റ്, എവിടെ എന്ത് നടക്കുന്നു ഓൾറെഡി നമുക്കറിയാം. ഈവൻ ദോ ഇറ്റ്സ് എൻഗേജിങ്. സോ ചെറിയ കുറച്ച് ഇമോഷൻസും കുറച്ച് ഇപ്പോൾ ഗ്രോവർ ആയിട്ടുള്ള റിലേഷൻ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സിയും അമ്മയായിട്ടുള്ള റിലേഷൻ, അതിനിടയിൽ കുറച്ച് ചെറിയ സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഓൾറെഡി റിവീൽ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. സോ അതൊരു വലിയ സംഭവമായിട്ട് ഒരു കാണിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. കാരണം കാണുന്ന പ്രേക്ഷകർക്ക് ഓൾറെഡി അറിയാവുന്ന സാധനമായിരിക്കും. എങ്കിലും പ്ലോട്ട് പോയിന്റിൻ്റെ മെയിൻ ഘടകങ്ങളിലൊന്നും ആയതുകൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് എന്ന രീതിയിലാണ് ഇത് കൊണ്ടുപോകുന്നത്. അത് ചില സീരീസുകൾക്കും സിനിമകൾക്കും അങ്ങനെയല്ല, ഇതൊന്നും ആരും കണ്ടിട്ടുണ്ടാവില്ലല്ലോ എന്ന രീതിയിൽ വലിയ സംഭവമായിട്ട് കാണിക്കാൻ അവർ ഉദ്ദേശിക്കും. പക്ഷേ ഇതങ്ങനെയല്ല. ഒരു അഡാപ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തമായ ധാരണ അവരുടെ മൈൻഡ്സിൽ ഉള്ളത് കൊണ്ടാണ് ഈ രീതിക്ക് അവർ റൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ VFXും ഈ സർപ്രൈസിംഗ്ലി ആൻഡ് അനദർ ഗുഡ് വൺ എന്ന് പറയാം. കാരണം നല്ല രസമുണ്ട്. നല്ല കിഡിലിനായിട്ട് മേക്ക് ചെയ്തിട്ടുള്ള കുറേ CGI ക്രീച്ചേഴ്സും കുറേ സാധനങ്ങളൊക്കെ നമുക്കറിയാം. പേഴ്സി ജാക്സണിലേക്ക് അടിപൊളി കുറേ മോൺസ്റ്റേഴ്സ് സാധനങ്ങളൊക്കെ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഇനീഷ്യൽ പോയിന്റിൽ തന്നെ അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ നല്ലൊരു സിഗ്നൽ തന്നെയാണ് തന്നിട്ടുള്ളതെന്ന് തോന്നുന്നു. സോ ഇനി അങ്ങോട്ട് ബാക്കിയുള്ള എപ്പിസോഡുകളും കണ്ടായിരിക്കും ഇതിൻ്റെ ഒരു പ്രോപ്പർ നേച്ചർ നമുക്ക് കിട്ടാം. പക്ഷേ ഈവൻ ദോ സ്റ്റിൽ ആ ഒരു ക്യാരക്ടേഴ്സിനൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവരാനും ആ ഒരു പ്ലേസ് സെറ്റ് ചെയ്യാനൊക്കെ മിനിമൽ ടൈം കൊണ്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. ആൻഡ് ഇത് തന്നെയാണ് ഇതിൻ്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയാം. ഒരു ഫുൾ ലെങ്ത് മൂവിക്കകത്ത് തന്നെ ഈ ഒരു ഫസ്റ്റ് സീസണിൽ കാണിക്കാൻ പോകുന്ന സാധനങ്ങൾ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവരുടെ മുമ്പിലാണ് ഈ സീരീസ് ആയിട്ട് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ എപ്പിസോഡ് വൈസ് ആയിട്ട്. പക്ഷേ എപ്പിസോഡ് വേണമെങ്കിൽ അവർക്ക് ഒരു 1-1.5 മണിക്കൂറായിട്ട് വലിച്ച് നീട്ടാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവരങ്ങനെ ചെയ്യുന്നില്ല. ഒരു 30 അല്ലെങ്കിൽ 40 മിനിറ്റ്, അതിൽ തന്നെ ടൈറ്റിൽ ക്രെഡിറ്റ്സ് എല്ലാം കൂടി പോയിട്ട് ഒരു 20-25 മിനിറ്റൊക്കെ അറൗണ്ട് റൺ ടൈം വരുന്നുള്ളൂ. സോ ആ ഒരു മിനിമൽ റൺ ടൈമിൽ നിന്നുകൊണ്ട് അധികം വലിപ്പിക്കാതെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട് സാധനങ്ങൾ പെട്ടെന്ന് കാണിക്കാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി അടുത്തുള്ള എപ്പിസോഡുകളൊക്കെ എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല. പക്ഷേ ഇങ്ങനെ തന്നെ ആയിരിക്കും ഇതിൻ്റെ ഒരു ഏവറേജ് എപ്പിസോഡ് ഡ്യൂറേഷൻ തോന്നുന്നു. സോ ഒരു 30-40 മിനിറ്റിനുള്ളിൽ പ്രോപ്പറായിട്ട് കഥ പറഞ്ഞ് തീർത്ത് അടുത്ത എപ്പിസോഡിലേക്ക് നമ്മൾ ഹുക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു നല്ല ഡിസ്നി പ്ലസ് അഡാപ്റ്റേഷൻ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു പേഴ്സി ജാക്സൺ നോവൽസ് അഡാപ്റ്റേഷൻ ആയിട്ട് തോന്നുന്നുണ്ട്. സോ ഈ കഥകൾ നിങ്ങൾ ഇതുവരെ വായിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ സിനിമകളും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടുനോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഹാരി പോട്ടർക്ക് ഇഷ്ടമാണെങ്കിൽ ആ രീതിക്കുള്ള ഒരു യങ് അഡൽട്ട് നോവൽ അഡാപ്റ്റേഷനാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫാൻറ്റസി ഫിക്ഷണൽ മോഡലുള്ള സാധനമാണ്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലോട്ടൊക്കെയാണ് ഇതിൽ നമ്മൾ കാത്തിരിക്കുന്നത്. ആൻഡ് ഓൾറെഡി ഈ സിനിമകൾ കണ്ടവരാണെങ്കിലും ഈ ബുക്ക് വായിച്ചിട്ടുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു നല്ല അഡാപ്റ്റേഷൻ കണ്ടു എന്നൊരു സാറ്റിസ്ഫൈങ് ഫീൽ കിട്ടും. സോ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഓൾറെഡി ഇതിൻ്റെ ഈ 2 എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഈ എപ്പിസോഡുകളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഫുൾ എപ്പിസോഡ് ഇറങ്ങി കഴിഞ്ഞിട്ട് ഫുൾ സീസൺ റിവ്യൂ ആയിട്ട് വരാം. സോ മറ്റൊരു വീഡിയോകൾ വീണ്ടും കാണാം. നന്ദി.